നമുക്ക് ചുറ്റുമുള്ള ഇരുട്ടിൽ ഇല്ലാത്ത ഒരു കറുത്ത പൂച്ചയെ ജീവിതകാലം മുഴുവൻ തപ്പേണ്ടിവരുന്ന ഭക്തരുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം, പക്ഷേ ഇന്നത്തെ ഭക്തിയുടെ യഥാർത്ഥ മുഖം ഇതാണ്. പ്രപഞ്ചത്തിന്റെ പരമമായ സത്യമായ ഓംകാരത്തെയും ശിവനെയും തേടി നമ്മൾ അലയുമ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത്? പണ്ഡിതന്മാർ മാത്രം ചർച്ച ചെയ്യേണ്ട അതീവ രഹസ്യമായ ഈ പ്രപഞ്ചസത്യത്തെ സാധാരണക്കാരിലേക്കെത്തിക്കുകയാണ് ഈ പരമ്പരയിലൂടെ. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളോ ഏത് ആചാരങ്ങൾ പിന്തുടരുന്ന ആളോ ആയിക്കൊള്ളട്ടെ, ഈ വാക്കുകൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കും. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ ലാഭവും നഷ്ടവും അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. പരമ്പരാഗതമായി നമ്മൾ വിശ്വസിച്ചു പോന്ന പല കാര്യങ്ങളും വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് നമുക്ക് വാതിൽ തുറക്കൂ. നമ്മുടെ ഉള്ളിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റി ഒരു പരിപൂർണ മനുഷ്യനാകാൻ ഈ പ്രപഞ്ചശക്തിയെ എങ്ങനെയാണ് ജീവിതത്തോട് ചേർക്കേണ്ടത്? വഴിപാടുകൾക്ക് പിന്നാലെ പായുന്ന ഭൂരിപക്ഷം ആളുകളും കാണാതെ പോകുന്ന ആ വലിയ രഹസ്യമെന്താണ്? കാലങ്ങളായി ആചാര്യന്മാർ ഒളിച്ചുവെച്ച അല്ലെങ്കിൽ പറയാൻ മടിച്ച ആ പരമമായ സത്യത്തിന്റെ ചുരുളഴിയുന്ന ആദ്യ ഭാഗമാണിത്. അടിമുടി നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് കടക്കാം. മതവും സംസ്കാരവും മനുഷ്യന് ആവശ്യമാണോ എന്ന ചോദ്യത്തിന് പലർക്കും പല ഉത്തരമായിരിക്കും ഉള്ളത്. എന്നാൽ ചിന്തിച്ചു നോക്കിയാൽ ഒരു മനുഷ്യനെ പരിപൂർണനാക്കുന്നത് അവന്റെ ഉള്ളിലെ സംസ്കാരമാണ്. ആ സംസ്കാരം സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നത് മതത്തിനുള്ളിലാണ്. പ്രകൃതി ഓരോന്നിനെയും എത്ര മനോഹരമായാണ് സംരക്ഷിക്കുന്നതെന്ന് നോക്കൂ. ഒരു ഓറഞ്ചിന്റെ ഉള്ളിലെ മാംസളമായ ഭാഗം അതിന്റെ പുറന്തോട് കാരണം എപ്പോഴും സുരക്ഷിതമാണ്. ആ ഓറഞ്ച് എടുത്ത് ചെളിയിൽ എത്ര ഉരുട്ടിയാലും ഉള്ളിലേക്ക് ഒരു തുള്ളി ചെളി പോലും കയറില്ല. അതുപോലെ നന്നായി വിളഞ്ഞ ഒരു തേങ്ങ തെങ്ങിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ എത്ര കട്ടിയുള്ള പാറമേലടിച്ചാലും ഉള്ളിലെ വിത്തിനൊന്നും സംഭവിക്കില്ല. കാരണം താഴേക്ക് വീഴാൻ പാകമാകുമ്പോഴേക്കും അതിന്റെ പുറന്തോട് ഉരുക്കുപോലെ ശക്തമായി കഴിഞ്ഞിട്ടുണ്ടാകും. ഇതുപോലെ തന്നെയാണ് മതത്തിനുള്ളിൽ സംസ്കാരം ഒളിഞ്ഞിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉത്തമമായ രണ്ട് സംസ്കാരങ്ങളാണ് ഭാരത സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും. ഒരു രാജ്യത്തിന്റെ സംസ്കാരം എന്നത് അവിടുത്തെ ജനങ്ങൾ പാരമ്പര്യത്തെ എത്രത്തോളം മൂല്യത്തോടെ കൊണ്ടുപോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് വിലയിരുത്തേണ്ടത് നമ്മളല്ല, മറിച്ച് പുറത്തുനിന്ന് നോക്കുന്ന ലോകമാണ്. ഒരു പാത്രത്തിലെ അരി വേവിട്ടോ എന്നറിയാൻ നമ്മൾ മുഴുവൻ ചോറും ഉടച്ചു നോക്കാറില്ല, ഒരൊറ്റ അരിമണി മാത്രം എടുത്തു നോക്കിയാൽ മതി. അതുപോലെ ഒരു രാജ്യത്തെ ജനങ്ങളുടെ പെരുമാറ്റം കണ്ടാണ് ലോകം ആ രാജ്യത്തിന്റെ സംസ്കാരം അളക്കുന്നത്. ഈ സംസ്കാരത്തിന്റെ നന്മകളെല്ലാം നിലനിൽക്കുമ്പോഴും ഇന്നത്തെ ഈശ്വരാന്വേഷണം എവിടെയോ വഴിതെറ്റിപ്പോകുന്നുണ്ട്. വഴിപാട് കൗണ്ടറുകളിലെ വിലവിവര പട്ടിക നോക്കി പണം അടച്ച് നടയിൽ ചെന്ന് തൊഴുതു മടങ്ങുന്നതാണ് ഭക്തിയെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. സത്യത്തിൽ ക്ഷേത്രദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ തന്നെയാണോ? ഒരിക്കലുമല്ല. വഴിപാടുകൾ നടത്തുക എന്നത് ഒരു ആചാരം മാത്രമാണ്. അതിലൂടെ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം കിട്ടുമെന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത അടിസ്ഥാനമില്ലാത്ത ഒരു വിശ്വാസം മാത്രമാണ്. യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത് മറ്റൊരു വലിയ ലക്ഷ്യത്തോടെയാണ്. അവിടെ ചെന്ന് അല്പനേരം നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ കൂടെയുള്ള മറ്റു ഭക്തരുമായി സംസാരിക്കണം. അവരുടെ നാടും വീടും വിശേഷങ്ങളും പങ്കുവയ്ക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ പരസ്പരം ഊഷ്മളമായ ഒരു സൗഹൃദം ജനിക്കുകയാണ്. ഒരേ ദിശയിൽ ചിന്തിക്കുന്ന അനേകം മനുഷ്യരുടെ വലിയൊരു കൂട്ടായ്മ രൂപപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ പൂർവികർ ക്ഷേത്രങ്ങൾ ഒരുക്കിയത്. പക്ഷെ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? ക്ഷേത്രമുറ്റത്ത് വെച്ച് പരസ്പരം കൂട്ടിയിടിച്ചാൽ പോലും മുഖത്തോട് മുഖം നോക്കാതെ തലതാഴ്ത്തി ഒരു സോറി പറഞ്ഞ് വേഗത്തിൽ നടന്നുപോകുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. വഴിപാട് കഴിപ്പിച്ച് അനുഗ്രഹം തരാനല്ല, മനുഷ്യന്റെ ജീവിതം സംസ്കാരസമ്പന്നമാക്കാനാണ് ക്ഷേത്രങ്ങളുണ്ടായത്. ഈ സത്യം മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരുമോ? നിങ്ങളുടെ പ്രായം ഇപ്പോൾ 40ഓ 45ഓ ആയിരിക്കട്ടെ. ഇതുവരെ മാതാപിതാക്കൾ കാണിച്ചു തന്ന പരമ്പരാഗതമായ ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ? സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഇന്നും ദുഃഖവും സമാധാനക്കേടും മാത്രമാണ് അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിയിൽ എവിടെയോ വലിയൊരു തെറ്റുപറ്റിയിട്ടുണ്ട്. നമ്മൾ സംസ്കാരസമ്പന്നരാണെന്ന് നടിക്കുമ്പോഴും തികച്ചും തലതിരിഞ്ഞൊരു ഈശ്വരപാതയിലൂടെയാണ് പലരും സഞ്ചരിക്കുന്നത്. അറിയേണ്ടതിനെ കൃത്യമായി പറഞ്ഞുതരാൻ യോഗ്യതയുള്ള ജ്ഞാനികൾ മൗനം പാലിക്കുമ്പോൾ സാധാരണക്കാരായ ഭക്തർ ഇരുട്ടുള്ള മുറിയിലില്ലാത്ത കറുത്ത പൂച്ചയെ തപ്പി ആയുസ് കളയുകയാണ്. ഈ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ ജീവിതത്തിൽ അറിവും ഈശ്വരസങ്കല്പവും ഒരുപോലെ വേണം. മുന്നിൽ നിന്ന് വലിക്കുന്ന എഞ്ചിനും പിന്നിൽ നിന്ന് തള്ളുന്ന എഞ്ചിനുമുള്ള പുഷ്പുൾ ട്രെയിൻ പോലെയാണത്. അറിവ് നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ ദൈവിക സങ്കല്പം പിന്നിൽ നിന്ന് താങ്ങി നിർത്തും. രക്ഷപ്പെടാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ സഹായിക്കാൻ പ്രപഞ്ചശക്തി എപ്പോഴും കൂടെയുണ്ടാകും. അതിനല്ലാതെ ആരോ പറഞ്ഞുകേട്ട് വഴിപാടുകൾ നടത്തിയും ജ്യോത്സ്യന്മാരുടെ പിന്നാലെ നടന്നില്ലാത്ത ബാധകൾക്ക് പരിഹാരം ചെയ്തും പണം കളയരുത്. ഒടുവിൽ പാമ്പു ചാവുകയുമില്ല, വടിയൊടിയുകയുമില്ല എന്ന അവസ്ഥയിലാകും നിങ്ങളുടെ ജീവിതം. ദൈവവിശ്വാസത്തെ അന്ധമായി കാണാതെ അതിനൊരു പരിധി നിശ്ചയിക്കേണ്ടത് എന്തുകൊണ്ടാണ്? അമിതമായാൽ അമൃതും വിഷമെന്ന പഴഞ്ചൊല്ല് ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിലും കൃത്യമായി ബാധകമാണ്. ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് കാടുകയറാതെ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ശക്തി എന്തെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കുകയാണ് വേണ്ടത്. ജീവിതത്തെ മാറ്റിമറിക്കാൻ ഇതിലും വലിയൊരു വഴി വേറെയില്ല.
ഈ പ്രപഞ്ചശക്തിയെ നമ്മൾ ബ്രഹ്മമായോ ശിവനായോ ആണ് സങ്കൽപ്പിക്കേണ്ടത്. ശാസ്ത്രങ്ങൾ പഠിച്ചതിൽ നിന്നും ബ്രഹ്മത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ രൂപം അത് ശിവരൂപം തന്നെയാണ്. ഓംകാരം എന്ന ആകാരത്തിലാണ് സാക്ഷാൽ പരമശിവന്റെ വാസം. എന്നാൽ ചിത്രകാരന്മാർ പൊതുവെ വരച്ചുകാട്ടുന്നത് ഭഗവാൻ തന്റെ വലതുകൈയിൽ ഓംകാരം ധരിച്ചിരിക്കുന്ന രീതിയിലാണ്. ഈ പ്രപഞ്ചവും ഓംകാരവും തമ്മിലുള്ള ബന്ധം വെറുതെ പറയുന്ന ഒന്നല്ല. ഭാരതീയ സംസ്കാരത്തിൽ അംഗീകരിക്കപ്പെട്ട 108 ഉപനിഷത്തുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുകളിലാണ് മനുഷ്യജീവിതത്തിന്റെ സാരമുള്ളത്. ആ 10 വെച്ച് ഏറ്റവും ചെറുതും എന്നാൽ അറിവുകൊണ്ട് ഏറ്റവും വലുതുമായ ഒന്നാണ് മാണ്ഡൂക്യോപനിഷത്ത്. വെറും 12 ശ്ലോകങ്ങൾ മാത്രമുള്ള ഈ കൊച്ചു ഗ്രന്ഥത്തിലാണ് ഓംകാരത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും കംപ്രസ് ചെയ്തു വച്ചിരിക്കുന്നത്. 4 വേദങ്ങളിൽ അഥർവവേദത്തിന്റെ പരിധിയിലാണ് ഈ ഉപനിഷത്ത് വരുന്നത്. പ്രപഞ്ചത്തിന്റെ നാശമില്ലാത്ത ആദിമശബ്ദം എങ്ങനെയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മാണ്ഡൂക്യോപനിഷത്തിലെ 1ാമത്തെ മന്ത്രം തുടങ്ങുന്നത് തന്നെ വളരെ ലളിതവും എന്നാൽ അതീവ ഗംഭീരവുമായ ഒരു പ്രഖ്യാപനത്തോടെയാണ്. ഒരിക്കലും നാശമില്ലാത്ത ആ ഓംകാരം തന്നെയാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എന്നാണ് അത് പറയുന്നത്. സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ വലിയ തത്വം എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ആചാര്യന്മാർ ഇതിനെ സർവം ശിവമയം എന്ന് ലളിതമായി വിവർത്തനം ചെയ്തത്. പിന്നീട് കാലാന്തരത്തിൽ ഇത് ലോപിച്ച് ശിവശക്തിമയം എന്ന രൂപത്തിൽ സമൂഹത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ശിവനും ശക്തിയും എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതുപോലെ ഒരു സ്ത്രീയും പുരുഷനുമല്ല. ശിവന്റെ തന്നെ മറ്റൊരു അംശമാണ് ശക്തി. നമ്മുടെ ശരീരവും ആത്മാവും തമ്മിൽ എത്രത്തോളം അഭേദ്യമായ ബന്ധമുണ്ടോ അതുപോലെ ഒന്നാണ് ഈ ശിവശക്തി സങ്കല്പം. ആരാധനയുടെ എളുപ്പത്തിനു വേണ്ടി മാത്രമാണ് മനുഷ്യർ ഇതിനെ ഒരു സ്ത്രീരൂപത്തിൽ സങ്കൽപ്പിച്ചു തുടങ്ങിയത്. ശക്തിയിൽ നിന്നും വേർപെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ ശിവൻ ശാന്തനാണ്, സദാശിവനാണ്, സർവമംഗളകാരിയാണ്. എന്നാൽ അതേ ശിവൻ ശക്തിയോട് ചേർന്നിരിക്കുമ്പോൾ അത് രുദ്രശിവനായി മാറുന്നു. ലോകത്തിലെ ഒട്ടുമിക്ക മതങ്ങളും പറയുന്നത് ഈ പ്രപഞ്ചം ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണെന്നാണ്. എന്നാൽ ഭാരതീയ ദർശനങ്ങൾ ഇതിനെ തികച്ചും വ്യത്യസ്തമായ ഒരു കോണിലൂടെയാണ് കാണുന്നത്. ശൂന്യതയിൽ നിന്നും ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രപഞ്ചം ദൈവത്തിന്റെ ഒരു പ്രത്യേക സൃഷ്ടിയല്ല എന്ന ഉത്തരമാണ് മാണ്ഡൂക്യോപനിഷത്ത് നൽകുന്നത്. ദൈവം തന്നിൽ നിന്നും വേറിട്ട് മറ്റൊരു ലോകം ഉണ്ടാക്കുകയല്ല ചെയ്തത്, മറിച്ച് ഈ കാണുന്ന പ്രപഞ്ചം തന്നെയാണ് ഈശ്വരൻ. പ്രപഞ്ചവും ഈശ്വരനും രണ്ടല്ല, ഒന്നാണ്. അതായത് ഇവിടെയുള്ള സർവ്വചരാചരങ്ങളും ഓംകാരത്തിന്റെ അല്ലെങ്കിൽ ശിവന്റെ തന്നെ വിവിധ ഭാവങ്ങളാണ്. ഈ ലോകത്തിലെ ഓരോ വസ്തുവും ഇവിടെ തന്നെ ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, ഒടുവിൽ ഇവിടെ തന്നെ നശിച്ചുപോകുന്നു. എന്നാൽ ജനനവും മരണവുമുള്ള ഈ പ്രപഞ്ചത്തിന്റെ 3 അവസ്ഥകൾക്കും കാരണമായ ആ മൂലശക്തിക്ക് മാത്രം യാതൊരു നാശവുമില്ല. അതിന് ജനനവുമില്ല, മരണവുമില്ല, അതങ്ങനെ തന്നെ ശാശ്വതമായി നിലകൊള്ളുന്നു. അതിനെയാണ് നമ്മൾ ശിവൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നുവരാം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തുന്നത് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ചേർന്നാണെന്ന് നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ടല്ലോ. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു പരിപാലിക്കുന്നു, ശിവൻ സംഹരിക്കുന്നു എന്ന ഈ സങ്കല്പത്തിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ്? വലിയ ചിന്താശേഷിയില്ലാത്ത സാധാരണക്കാർക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ആചാര്യന്മാർ ഉണ്ടാക്കിയെടുത്ത ചില പ്രതീകങ്ങൾ മാത്രമാണ് ഇവയൊക്കെ എന്നതാണ് സത്യം. ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് ദുഃഖത്തിന്റെ നടുക്കടലിൽ കഴിയുന്ന നമ്മൾ എന്തിനാണ് പുറത്തുള്ള രൂപങ്ങളെ തേടി അലയുന്നത്? നരകതുല്യമായ ഈ ജീവിതത്തിൽ നിന്നും കരകയറാൻ വളരെ എളുപ്പമുള്ളൊരു വഴിയുണ്ട്. മനുഷ്യശരീരത്തിന്റെ ഏറ്റവും മുകളിൽ ശിരസിലെ സഹസ്രാര പത്മത്തിൽ തന്നെയാണ് സാക്ഷാൽ ശിവൻ കുടികൊള്ളുന്നത്. ഈ സത്യം തിരിച്ചറിയാതെയാണ് നമ്മൾ ക്ഷേത്രങ്ങൾ തോറും മാറി മാറി നടക്കുന്നത്. ആത്മാർത്ഥമായി മനസ്സിരുത്തി കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ തിരുനെറ്റിയിൽ, അതായത് ഇരുപുരുകങ്ങൾക്കും നടുവിലുള്ള ഭ്രൂമധ്യത്തിൽ ആ പ്രപഞ്ചശക്തി പ്രത്യക്ഷപ്പെടും. സന്ധ്യാസമയത്ത് നാമം ജപിക്കുമ്പോഴോ ധ്യാനിക്കുമ്പോഴോ ഈ അനുഭവം സ്വന്തമാക്കാൻ കഴിയും. അതിന് ഒരൊറ്റ ധാരണ മാത്രം ഉള്ളിൽ ഉറച്ചാൽ മതി: ഞാനും ശിവനും രണ്ടല്ല എന്ന ആ വലിയ ചിന്ത. ഈ തിരിച്ചറിവ് എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പോൾ നിങ്ങൾ അറിവിന്റെ പരമോന്നത പീഠത്തിൽ എത്തിക്കഴിഞ്ഞു. ജീവിതത്തിൽ ഇതിലും വലുതായി മറ്റൊന്നും നേടാനില്ല. ഇതിനുവേണ്ടിയാണ് നമ്മുടെ പൂർവികർ ഒട്ടനവധി മന്ത്രങ്ങളും സ്തോത്രങ്ങളും രചിച്ചുവച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ഈ പരമമായ രഹസ്യത്തിലേക്ക് നടക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്ന ഭയം ഒട്ടും വേണ്ട. അറിവില്ലാത്തവർ പറയുന്നത് കേട്ട് താൽക്കാലിക ലാഭങ്ങൾക്കായി എടുത്തുചാടിയാൽ ഒടുവിൽ കല്ലിലടിച്ച തേങ്ങ പോലെ നിങ്ങളുടെ ജീവിതം ചിതറിപ്പോകും. യുക്തികൊണ്ട് ചിന്തിച്ച് ഭക്തിയെ ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയാണ്? ഭക്തിയെ യുക്തികൊണ്ട് ചിന്തിച്ചുറപ്പിക്കുന്നത് സ്വർണത്തിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പോലെയാണ്. തട്ടാൻ സ്വർണം തീയിലിട്ട് ഊതിക്കഴുകി ഒരു തവണ അതിലെ അഴുക്കുകൾ മാറ്റിയാൽ പിന്നെ ആ ആഭരണം ആയുഷ്കാലം മുഴുവൻ പരിശുദ്ധമായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. അറിവുള്ള നല്ല മനുഷ്യരുടെ കൂടെ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജ്ഞാനികളായ ഗുരുക്കന്മാരുടെ സഹവാസം ലഭിക്കുമ്പോൾ, നമ്മളിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ദുഃഖക്കടൽ നിഷ്പ്രയാസം നീന്തിക്കടക്കാൻ സാധിക്കും. അതിനുവേണ്ടത് മറ്റൊന്നുമല്ല, കഠിനമായ ക്ഷമയാണ്. കാര്യങ്ങൾ ശാസ്ത്രീയമായി മനസ്സിലാക്കി പടിപടിയായി വേണം ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിലൂടെ നിങ്ങളിലേക്കെത്തിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്.
എല്ലാവർക്കും നന്മകൾ നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഈ പ്രപഞ്ചത്തെയും അതിലെ ദൈവീകതയെയും കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ ഈ വാക്കുകൾക്ക് കഴിഞ്ഞോ? അതോ വഴിപാടുകളിലും അന്ധവിശ്വാസങ്ങളിലും തന്നെയാണ് ഇന്നും യഥാർത്ഥ ഭക്തി നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ വളരെ വിലയേറിയ അഭിപ്രായങ്ങളും ചിന്തകളും താഴെയുള്ള കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുമല്ലോ. ഒപ്പം ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും മറക്കരുത്. നന്ദി, നമസ്കാരം.